മമ്പറം നോർത്ത് ഉപജില്ലാ കലോത്സവ വേദി 7 വേദിയോളം പങ്കിടുന്നതാണ് മമ്പറം UP സ്കൂൾ. അവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എല്ലാ കാര്യങ്ങൾക്കും സജീവമായിരിക്കുകയാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത് എന്ന് നമുക്ക് സാറോട് ചോദിച്ചറിയാം. സാർ, എന്തൊക്കെ പ്രവൃത്തിയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? 7 വർഷത്തിന് ശേഷമാണ് നമ്മുടെ മമ്പറത്തിന്റെ മണ്ണിലേക്ക് തലശ്ശേരി നോർത്ത് ഉപജില്ലാ കലോത്സവം വിരുന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കലോത്സവം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഈ ആതിഥേയത്വം വഹിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ട് നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് വളരെ ജാഗ്രതമായിട്ട് വളരെ മികച്ച രീതിയിൽ മുന്നിൽ ഈ സ്കൂളിൽ അതായത് നമ്മുടെ സ്കൂളിലെ കലോത്സവത്തിന് ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായിട്ട് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ ക്രിയാത്മകമായിട്ട് വിദ്യാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വിദ്യാലയത്തിന് വേണ്ടി പുറമേ നിന്ന് വരുന്ന മക്കൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള മികവ് ചുമര് ഇവിടെ നമ്മൾ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മമ്പറം UP സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കലോത്സവം വിജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാക്കേണ്ട ഒരു കൂട്ടൊരുമ ഇവിടെ നമുക്ക് ഈ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് നമ്മൾ ചെയ്യുന്നത്. അതെന്താ യൂണിഫോം ഇല്ലാത്ത? ഇത് ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടായിരുന്നു ഇന്നലെ ഇന്നൊക്കെ യൂണിഫോം ഇട്ട് വർക്ക് ചെയ്തിരുന്നത്. 2 ദിവസം ഡ്യൂട്ടി ചെയ്തിരുന്നു, ഇന്ന് പ്രോഗ്രാം ഉള്ളതുകൊണ്ട്. എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ യൂണിറ്റ് ഞങ്ങളുടെ സ്കൂളിൽ കണ്ണൂർ തലശ്ശേരി നോർത്ത് ഉപജില്ല സബ് ജില്ലാ കലോത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളുടെ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ആഴ്ചത്തെ ഓരോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും കൃത്യമായി യൂണിഫോം ഇട്ട് അവരുടേതായ ഓരോരുത്തരെ ചുമതല ഡ്യൂട്ടി കൃത്യമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുടെ മികവുറ്റ കഴിവുകൾ പരിശ്രമിക്കുന്നത് വരുന്ന ഓരോ പ്രേക്ഷകർക്കും പരിപാടി കാണാൻ വന്നവർക്കും കാണാനായിട്ട് ഞങ്ങൾ മികവ് മതിലിൽ ഞങ്ങളുടെ ഓരോ സ്കൂളിൻ്റെയും കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ അവരുടെ വിജയവും ഞങ്ങളവിടെ പതിപ്പിച്ച് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇന്ന് എന്ത് പരിപാടിക്കാണുള്ളത്? ഞാനിവിടെ പങ്കെടുക്കുന്നത് സംസ്കൃതം പദ്യം ചൊല്ലലിനും നാടകത്തിനാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പദ്യം ചൊല്ലോ. ശ്രിയ ഗുരുണാമതിപസ്യ പാലനീം പ്രജാസുവൃത്തിം യമയുക്ത വേദിതും സവർണിലിംഗി വിദിത സമായയൗ യുധിഷ്ഠിരം ദ്വൈത വനേ വനേചരഃ. നന്നായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്തുന്ന എല്ലാവർക്കും എല്ലാ സഹായങ്ങളുമായിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ? നന്നായി നടക്കുന്നുണ്ട്. നമ്മളെ സ്കൂളില് എല്ലാം നല്ല ഒരുക്കങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്കൂൾ നല്ലൊരു മെച്ചപ്പെട്ട ഒരു സ്കൂളായി മാറുകയാണ്. ഇത് നമ്മൾ ഓരോരോ സ്റ്റേജും നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും വേണ്ട ഓരോരോ സംഭവങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഈ സ്കൂളില് 7 വർഷത്തിന് ശേഷം കലോത്സവം വന്നതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്.